ആരാന്ന്? ഹണി റോസിന്റെ ആരും നിങ്ങൾ ആരാണ്? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ചാത്തൻ. വേഷം കണ്ടപ്പോ മനസ്സിലായി, ഒരു ചാത്തൻ ലുക്ക്. ഞാൻ അതല്ല പറഞ്ഞത്, കുട്ടിച്ചാത്തൻ. എത്ര നാളായി കണ്ടിട്ട്. പെട്ടെന്ന് മനസ്സിലായി. അല്ല, ഞാൻ നിങ്ങളോട് കുറെ കൊച്ചു പിള്ളേരായിരുന്നല്ലോ. ഇത് പിന്നെ ആര്? അവരാണ് ഇത്. ഇവനറിയോ? ഇല്ല. ഇവനാണ് ആ ഫാനിൽ തലകുത്തി നടക്കണല്ലേ? എടാ കുരുത്തം കെട്ടോടെ ഇടിഞ്ഞേ. ഒരുത്തം പറയിക്കണുണ്ട്, അതെ പിണങ്ങി നിൽക്കാണ്. എന്തിന്? അവനെ കുന്നുക്കുരു ചൊരിയണോന്ന്. ഈ സീസൺ ഓഫിൽ പോയി ഞാൻ അവിടെ പോയി കുന്നിക്കുരു ഉണ്ടാക്കാനാ? അവന്റെ മീശ വീട്ടിലേക്ക് മൂക്കടിച്ച് താഴെ വീഴുമല്ലേ, അവനാണ് കുന്നിക്കുരു വരക്കി കിടക്കുന്നത്. ചാട്ടിയം മൂത്തിട്ട് ഞാൻ ഒരു ചാക്ക് കടല വാരി എറിഞ്ഞു കൊടുത്തു. അത് പറ്റില്ല, അവന് കുന്നിക്കുരു തന്നെ വേണമെന്ന്. അങ്ങോട്ട് വെക്കോ. പുള്ളി വെറുതെ കഷ്ടപ്പെടുത്തല്ലേ കേട്ടാ. അവന് കുന്നിക്കുരു അല്ല, അവനെ കാണാൻ എനിക്ക് കുരുവാ. ഇതിനൊക്കെ പറഞ്ഞുകൂടാ നീ പിള്ളേരെയൊക്കെ? പറഞ്ഞാ പോവണ്ട. പെൻഷൻ കൊടുക്കാന്ന് പറ, എല്ലാരും പോവും. ഞാൻ ഇവിടെ ഗവൺമെന്റ് ഓഫീസ് നടത്തണത് അല്ല. നിങ്ങൾ നോക്കി, നീ എന്തെങ്കിലും ക്ലാസ് വെച്ചേക്കണത്? ഇത് സാധാരണ നിന്റെ സിനിമ കാണുന്നവരല്ലേ ക്ലാസ് വെക്കേണ്ടത്. ഇപ്പൊ നീ വെച്ചേക്കണ എന്താ? പറയട്ടെ, പറ. ചിരിക്കണ്ട്. പറഞ്ഞതിന് ശേഷം ചിരിക്കണം. നീ പറ. ഒന്നും കൂടെ ചോര്. നീ എന്താ ഈ ക്ലാസ് വെച്ചേക്കണത്? നിന്റെ സിനിമ കാണുന്നവരല്ലേ ക്ലാസ് വെക്കേണ്ടത്. ഇത് ഞാൻ തിമിരത്തിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. ഈ തമാശ നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടുത്തെ ഗ്രൂമർമാര് തന്നാണ്? ഗ്രൂമർമാര് തന്ന അവന്മാര് പലതും തരും. ഇങ്ങനെ അവന്മാർക്ക് പുറകിന്നാ മതി. ഇതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് കീറി മടിക്കുന്നത് നമ്മളായിരിക്കുള്ളൂ. സ്റ്റാർ മാജിക്ക് നിർത്തണ്ടായിരുന്നു. അവിടെ പറഞ്ഞെങ്കിൽ എല്ലാ പിള്ളേരും കിടന്ന് ചിരിച്ചു തന്നെ. അതിന്റെയാണ് ഇപ്പൊ കിടന്ന പിള്ളേർ അനുഭവിക്കുന്നത്. അതെ, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിച്ചാത്തനുണ്ട്, പിന്നെ ബറോസ് ഉണ്ട്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക, ഞങ്ങൾ സാധിച്ചു തരും. മസാല ദോശ കഴിക്കണം. എന്നെ കണ്ടിട്ട് ഉടുപ്പി ഹോട്ടലിലെ സപ്ലയറെ പോലെ തോന്നിയാ? എനിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും. അത് ആഗ്രഹം. എന്നെ ഒന്ന് ഷാരൂഖ് ഖാനെ പോലെ ആക്കാൻ പറ്റും. അത് അത്യാഗ്രഹം. ഇതാണ് നിങ്ങൾ മനുഷ്യന്മാരുടെ കുഴപ്പം. ആഗ്രഹം അത്യാഗ്രഹം കൊണ്ട് ഞങ്ങൾ ഭൂതങ്ങൾ പൊറുതിമുട്ടിരിക്കുന്നത് നിന്നെ കൊണ്ട്. എന്നൊരു സ്റ്റാൻഡപ്പ് കൊണ്ട് പഠിപ്പിക്കുവോ? അതിന് ഫ്ലവേഴ്സിൽ നിന്ന് കാശ് കൊടുത്തൊരു ഭൂതത്തിന് നിങ്ങളുടെ കൂടെ നിർത്തിയിട്ടില്ലേ? അവിടെ ചോദിച്ചാൽ മതി. ഇവരൊന്ന് പിടിച്ചു കൊടുക്കും. അതിന്റെ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ട്. കോമഡി പറയണോ ഞാൻ? വേണ്ട വേണ്ട വേണ്ട, എങ്കിൽ മാജിക് കാണിച്ചാൽ മതിയല്ലോ. മാജിക് കാണിക്കും. മാജിക് കാണിച്ചു. അപ്പൊ ഒരു കിടില മാജിക്. ഞെട്ടരുത്, വേണമെങ്കിൽ ഞെട്ടിക്കോ. നീ ഇപ്പോഴും നിർത്തിയിട്ടില്ലല്ലേ? ആക്ഷനാ? ഈ ആക്ഷൻ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വരാൻ വഴിയില്ല. ഈ ആക്ഷനും ഈ രണ്ട് ആക്ഷനും എനിക്കറിയാം. അതങ്ങനെ അറിയാം. ഇത് ആരുടെ ആക്ഷൻ എന്നറിയാമോ? ഇല്ല. മണിയാശാന്റെ. മണിയാശാന്റെ ആക്ഷൻ ആയിരുന്നു. ഇതൊക്കെ ഞാൻ പഠിച്ചെന്നെ സമ്മതിക്കണമല്ലേ? അപ്പൊ മക്കളെ, നമുക്കിവിടെ വേണ്ട തമാശയാണ് വേണ്ടത്. തമാശ വേണമെങ്കിൽ നമ്മുടെ മണിയാശാൻ ഇവിടെ എത്തണം. വേണം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ മണിയാശാൻ ഇവിടെ എത്തിക്കാൻ പോവുകയാണ്. അതെ, മണിയാശാൻ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ വേഡ്സ് മഹാ ബോറാണ്ടാ. ഇവിടെ എഡിറ്റേഴ്സ് ഉണ്ട്, അവര് പറഞ്ഞ് ഗ്രാഫിക്സ് ടീമിനെ കൊണ്ട് നമ്മളെ ഡ്രസ് ടക്കനെ മാറ്റി തരും. ആണോ? കണ്ടോ? സവാരി ഗിരിഗിരി ഫാന്റാസി കോമഡിയുടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഗസ്റ്റിന് സ്വാഗതം ചെയ്യില്ലേ? ഇപ്പൊ പാട്ടുകാരന് വരണ്ടേ? വിളി, ഇങ്ങോട്ട് വാ. അതെ, നിങ്ങൾ റെഡിയല്ലേ? ചേട്ടാ റെഡിയാണ്, ഡ്രസ്സൊക്കെ ഓക്കെയാണ്, പക്ഷെ ലിപ്സ്റ്റിക് കുറച്ച് കുറഞ്ഞു. എനിക്ക് അച്ചപ്പും കൂടെ. അച്ചപ്പോ? ടച്ചപ്പ്. അതെ, നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ പാട്ട് റെഡിയല്ലേ നിങ്ങള്? അത് പെർഫെക്റ്റാ. അപ്പൊ എന്തായാലും ഗസ്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ തകർത്തോളാം. നിങ്ങളുടെ കയ്യിലാണ് ഇന്നത്തെ ഗസ്റ്റ് ഇരിക്കുന്നത്. ഒറ്റ പാട്ടിൽ തിരിച്ചു പോകരുത്. അപ്പം സവാരി ഗിരിഗിരി ഫാന്റാസി കോമഡിയുടെ ഈ ചിരിവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. തൊഴിലാളി പ്രസ്ഥാനത്തോട് കടന്നു വന്ന് ഇടുക്കിയിലെ ജനഹൃദയങ്ങളെ കീഴടക്കിയ ഇടുക്കിയുടെ മുത്ത് നമ്മുടെ മണിയാശാൻ, നമ്മുടെ സ്വന്തം MM മണി സാർ. വിശ്വസ്തനാമൊരു വൈദ്യുതി മന്ത്രിയെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. വിശ്വസ്തനാമൊരു വൈദ്യുതി മന്ത്രിയെ സത്യത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ. ഇടുക്കി ജില്ലയുടെ അഭിമാനമാണ്
എന്താണെന്നറിയില്ല സാറേ, ഈ പാട്ട് പാടുമ്പോ എപ്പോഴും ഇങ്ങനായി പോകണം. എന്താണ് സാറേ അത്? ഒന്നുകൂടെ ശരിയായി പാടട്ടെ. വേണ്ട വേണ്ട, മതി 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 മതി. നമ്മുടെ പിള്ളേരെ പാട്ട് എങ്ങനെ ഉണ്ടാവും സാറേ? പിള്ളേർ കലക്കിയില്ലേ? ഈ പിള്ളേർ ഭയങ്കര കോമഡി പറയുന്ന ആൾക്കാരാണ്. ആണോ? ആ ജനത്തിനെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നവരാണ്. ആണോ? അപ്പൊ ഞങ്ങൾക്ക് ഇവരെ പാട്ടിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസ്റ്റ് വരി തെറ്റിക്കുമെന്ന് ഞങ്ങൾ അറിഞ്ഞു. അല്ല, നമുക്ക് ക്ഷമിക്കാം. ആ പക്ഷേ അപ്പൊ എന്തായാലും ചെല്ലി. ചെയ്യണ്ട. ആ ചെല്ലി. സാറേ, ഇന്നത്തെ കേസ് പോട്ടെ, അവരുടെ പാട്ട് തെറ്റിപ്പോയത്. അതെ. അന്ന് ഈ പാട്ട് തെറ്റിയപ്പോഴത്തേക്ക് സാർ അവരോട് എന്താ പറഞ്ഞത്? അത് ശരിയായില്ലെന്നോ? പക്ഷെ അത് ഭയങ്കരമായിട്ട് വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ആണോ? അല്ല, സാറത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച്. അതാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ആ പാട്ട് മര്യാദക്ക് പാടിയായിരുന്നെങ്കിൽ അത്ര വൈറലാവൂലായിരുന്നു. സാറിന് അതിന്റെ എന്റെ പോർഷനിൽ സാറിന്റെ ഒരു കയ്യടി, ഒരു ചിരി ഉണ്ടായിരുന്നു. അല്ല, സാറ് ഇങ്ങനെ പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണോ? പാട്ട് പാടാറുണ്ടോ സാർ? പിന്നെ ഞാൻ പാടുകയൊന്നുമില്ല. ഞാൻ പാടിയ കഴുതരാകും. സാർ ഗംഭീരമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. സാർ പ്രസംഗിച്ച് ചിരിപ്പിക്കുന്ന ഒരാളാണ്. അതുപോലെ ഈ സ്റ്റാൻഡപ്പായിട്ട് ഒന്ന് കോമഡി പറയുന്നതാണ് സാർ ഇവിടെ ഇരിക്കുന്നത്. അവരാണ് ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ സാർ അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കണം. സാറിനുള്ള അനുഭവ കഥകളെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം സാർ. ഞങ്ങൾ സാറിന് വേണ്ടിയിട്ട് വേദി വിട്ടു തരിക. ഓ, അപ്പൊ കുറച്ച് സമയം ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ സാർ. ഞാൻ കിടങ്ങൂർ, കോട്ടയം ജില്ലയിൽ കിടങ്ങൂർ മുണ്ടക്കൽ മാധവൻ്റെ ജാനകിയുടെയും മകനായി ജനിച്ച ആളാണ്. എൻ്റെ പേര് MM മണി എന്ന. ഞാൻ ചെറിയ വിദ്യാഭ്യാസമേ ആർജിക്കാൻ കഴിഞ്ഞുള്ളൂ അന്നത്തെ കാലത്ത്. 5ാം ക്ലാസ് വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ഹൈ റേഞ്ചിലേക്ക് കുടിയേറി മണ്ണിനോട് മല്ലടിച്ച് കൃഷിയും ദേഹരണവും ചെയ്തു. സഹോദരങ്ങളും അച്ഛനും അമ്മയും ഉള്ള കുടുംബം. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അവ്യക്ത പാർട്ടിയുടെ കൂടെ കൂടി, പാർട്ടി രണ്ടായപ്പോൾ CPIMൻ്റെ കൂടെ കൂടി ദീർഘനാളുകളായി CPIMൻ്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുക. കുഞ്ചിത്തണ്ണി ബ്രാഞ്ചിൽ തുടങ്ങി ഒരു പഞ്ചായത്തിലെ ലോക്കൽ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് 5 പഞ്ചായത്തിലെ ലോക്കൽ സെക്രട്ടറിയായി. അത് കഴിഞ്ഞ് 16 പഞ്ചായത്തിലെ ദേവികുളം താലൂക്ക് കമ്മിറ്റി. അത് കഴിഞ്ഞ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി 27 വർഷം. 8 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായും ഇപ്പം 85 മുതൽ ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കുന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിലെ ജനപ്രതിനിധിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൽ വൈദ്യുതി മന്ത്രിയായി പ്രവർത്തിക്കാൻ അവസരം. ഇപ്പം വീണ്ടും മത്സരിച്ചു. ആദ്യം 1109 വോട്ടിന് ജയിച്ചെങ്കിൽ രണ്ടാമത് മത്സരിച്ചപ്പം 38,300. കൊച്ചിലെ മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചപ്പോൾ അന്നും എനിക്കതേപ്പറ്റിയൊന്നും അറിയില്ല. സാർ, ഇത്രയും നാളത്തെ ഈ ഒരു പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സാറേ? രസകരവും ഉണ്ട്, ദുഃഖകരവും ഉണ്ട്. നമുക്ക് രസകരവും വേണ്ടത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എവിടുന്നോ കേട്ട് ഒരു നല്ല മുദ്രാവാക്യമായിട്ട് എനിക്ക് തോന്നി, ഇൻക്ലാബ് സിന്ദാബാദ്. ഞാൻ കിടങ്ങൂര് വായനശാല സ്കൂളിൽ നിന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട് വരെ ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഈ സ്കൂളിൽ ചെന്നപ്പം സ്കൂളിൻ്റെ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ, അദ്ദേഹം എൻ്റെ പിതാവിനെയും പഠിപ്പിച്ച ആളായിരുന്നു. മുണ്ടക്കൽ മാധവൻ ശാന്തി എന്ന് പറയും. അദ്ദേഹത്തെയും പഠിപ്പിച്ച ആളായിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചു. നീ ഇന്നലെ എന്ത് വിളിച്ചോണ്ടാ പോയെന്ന് ചോദിച്ചു. എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഞാൻ വിളിച്ചതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞുകൊണ്ടെന്ന് വിളിച്ചതല്ല. എവിടുന്നോ കേട്ട് ഇങ്ങനെ ഇൻക്ലാബ് സിന്ദാബാദ്. അത് നല്ല രസകരമായി പയ്യനായിരുന്ന എനിക്ക് എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു. അതാണ് ഞാൻ വിളിച്ചത്. എനിക്കിട്ട് ഒരു ഡസൺ അടി അടിച്ചു സൂര്യന്. കാരണം അന്ന് സാർ അടിച്ചതിന് കുറ്റം പറയാൻ പറ്റുകയില്ല. പിന്നീട് പാർട്ടിയുടെ ചരിത്രമൊക്കെ പഠിച്ചപ്പോഴാണ്, അന്ന് പാർട്ടിയെ നിരോധിച്ചിരിക്കുമ്പോഴാണ് ഞാനങ്ങനെ അന്ന് മുദ്രാവാക്യം വിളിച്ച് ഇൻക്ലാബ് വിളിച്ചാൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും പോയി അന്നത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് മർദ്ദിച്ച് ശരിയാക്കുന്ന നിലയാണ് അന്ന് പാർട്ടിയെ നിരോധിച്ചിരിക്കുക, നിയമവിരുദ്ധമാണ്. എനിക്കതൊന്നും അറിയില്ല. ഒരു ഇമ്പം തോന്നി. അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കി അല്ല ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചത്. ഏതായാലും ആ അടിയുടെ ചൂട് കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഇടുക്കിയിൽ കുഞ്ചിത്തണ്ണി എന്ന പ്രദേശത്തേക്ക് കുടിയേറി. ഞാൻ 5ാം ക്ലാസ് പഠിക്കാനേ അന്ന് എനിക്ക് അവസരം കിട്ടിയുള്ളൂ. പിന്നെ കൂടുതൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യം തോന്നില്ല. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഒഴിവായി. പിന്നെ കൃഷി, ദേഹണ്ണം, പിന്നെ കർഷക സംഘം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം, സമരം, ബഹളം, അടി, കേസ്. ഇടുക്കി ജില്ലയുടെ പുരോഗതിക്ക് എന്നെ കഴിയുന്ന സേവനം, മറ്റുള്ളവരോടൊപ്പം നിന്ന് റോഡും പാലവും എല്ലാ കാര്യങ്ങളിലും മലയോര കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ
കുടിയൊഴിപ്പിക്കലും ഭീഷണിയും വന്നപ്പം അവരോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നു. ഞാൻ അതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. ഇക്കാലം എത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പമാണ്. ഇതിൽ നിന്ന് തന്നെ മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്നുകൊണ്ട് അടിയുടെ ചൂടുകൊണ്ട് ഞാൻ ഇന്നും ഇൻക്വിലാബ് സിന്ദാബാദ്. ആ 7 വയസ്സുകാരൻ ആ ഇൻക്വിലാബ് വിളിച്ച് ആ തല്ല് കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഒരു മണിയാച്ചാനെ കിട്ടി. എനിക്ക് ഒരു കാര്യമാണ് നിർബന്ധമായ ഒരു കാര്യം. ഒന്ന്, തോന്നുന്ന അഭിപ്രായങ്ങൾ ഞാൻ പറയും. അത് ചിലപ്പം ചിലത് പാളിപ്പോയി, ചിലപ്പം സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സാറേ ഞങ്ങൾ സാറിനെ കുറിച്ച് അധികം ഞങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഇടുക്കിയുടെ മുത്തെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞത് അതുകൊണ്ട് തന്നെ. ആ മുത്തോ കുത്തോ എന്നൊക്കെ സാറിനെ ഇങ്ങനെ ഞങ്ങൾ മിമിക്രിക്കാരുടെ ഇടയിൽ നിന്ന് ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ സാറിന് വിഷമമല്ലെന്ന് തോന്നുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് വലിയ സന്തോഷമാണ്. സാറേ ഹൈ റേഞ്ചിലേക്ക് കയറില്ലേ സാർ പറഞ്ഞല്ലോ ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് പോയല്ലോ. ഇപ്പോൾ അന്നത്തെ എൻ്റെ കാലത്തെ ചെറുപ്പകാലത്ത് ഒരു ചുമടെടുത്ത് കുഞ്ചിത്തണ്ണി കൊണ്ടുവച്ചാൽ 5 രൂപ കിട്ടുക 10 രൂപ കിട്ടുക, ഞാൻ ചുമടെടുത്ത് അവിടെ കൊണ്ടുവെക്കും. അല്ല അന്ന് ഈ ചുമടെടുത്തോണ്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ, ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ സാർ? എന്നെ പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്, ഞാൻ പ്രണയിച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥ വരട്ടെ. അതൊന്നും പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമില്ല. അപ്പൊ സാറേ എന്തായാലും സന്തോഷം. നമുക്ക് ഇനി ഇവിടെ ഇരിക്കുന്നവരിൽ കുറച്ച് പേര് ഇവിടെ പെർഫോം ചെയ്യാണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അവിടെ ആ സീറ്റിലിരുന്ന് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. ഓ ആയിക്കോട്ടെ. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയുടെ ഞങ്ങളുടെ സ്നേഹ സമ്മാനമുണ്ട് സാറിന്. കേരള സംസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇപ്പൊ ഈ മദ്യത്തിലൂടെയാണെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. അപ്പൊ ഈ മദ്യപിക്കുന്നവരുടെയും മദ്യം വിൽക്കുന്നവരുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് അവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റുമോ? കേരള സംസ്ഥാനം പ്രവർത്തിക്കുന്ന ഇപ്പം മദ്യപാനത്തിൽ നിന്നുള്ള വരുമാനം തന്നെയാണെന്ന് പറയുന്നത് ശരിയല്ല. നമ്മൾ അറിഞ്ഞും അറിയാതെയും കൊടുക്കുന്ന നികുതിയുണ്ട്, ഇല്ലേ? അറിഞ്ഞുകൊണ്ട് നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്, നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമാണ് മദ്യത്തിൽ നിന്നുള്ള വരുമാനം. അല്ലാതെ അതുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നെന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം അതിൽ ഒരു ഭാഗം. അപ്പം ഞങ്ങളങ്ങനെ ഓഫർ ആശിക്കണ്ട, വേണ്ട. മദ്യം ശരിയല്ലെന്നോ അതിൻ്റെ ആവശ്യമില്ലെന്നും നമുക്ക് സ്വയം ഓരോരുത്തർക്കും തീരുമാനിക്കാൻ കഴിയണം. അത് കഴിഞ്ഞാൽ രക്ഷപ്പെടും. അത് ശരിയാ സാറേ. അപ്പം എന്തായാലും നമുക്ക് ഇവരെന്താ പറയണമെന്ന് നമുക്ക് കേൾക്കാം. മദ്യത്തിൽ അവർ പറയട്ടെ. പണ്ട് ചാക്കോ മാഷ് പറഞ്ഞിട്ടുണ്ട്, ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനം കണക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലൊന്നുമില്ല, അത് മദ്യപാനത്തിലാണ്. എൻ്റെ പേര് മിഥുൻ, ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. കാര്യം, ഒരു കുട്ടിയുടെ ജനനം, അതിൻ്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹ വാർഷികം, 16 അടിയന്തരം, ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായുസിൻ്റെ എല്ലാ പരിപാടികൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒഴിച്ചുകൂടുന്ന പരിപാടിയാണ് മദ്യപാനം. ആ പറയുന്നതിനോട് എനിക്ക് അശേഷം യോജിപ്പില്ല. നമുക്ക് വേണമെന്നുള്ളവർക്ക് വേണം, വേണ്ടെങ്കിൽ വേണ്ട. അപ്പൊ നമ്മളിപ്പോ എവിടെ പറഞ്ഞു നിർത്തിയത്? അത്യാവശ്യം വേണ്ടവർക്ക് ഇടയ്ക്ക് ഒരു മോളടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് പഠിച്ചാൽ സംഗതി വഷളാണ്. ഞാൻ ചെത്തുതൊഴിലാളിയുടെ മകനാണ്. ഇഷ്ടം പോലെ കണ്ടു കുടിച്ച് വളർന്ന ആളാണ്. അപ്പൊ ആയ കാലത്ത് ഇതെല്ലാം കുടിച്ചിട്ടുണ്ട്. അപ്പൊ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരുപോലെ കുടിക്കാൻ പറ്റിയത് മദ്യം മാത്രമാണ്. നമുക്ക് ഒന്ന് ഉന്മേഷത്തിന് നമുക്കൊരു ചായ കുടിക്കാം, തണുക്കാൻ നമുക്കൊരു ജ്യൂസ് കുടിക്കാം. ഇനി കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ കുടികളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതായത് മദ്യപാനത്തെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ വരെ പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് കേട്ടാ, ഗ്ലാസ് എടുക്കാൻ പോകുന്നു. മദ്യം അടിക്കും തോറും മൊണ്ണത്തരം കൂടി വരുന്ന മഹാസാധനം. അലഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടി. മുൾമുനയിൽ ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്നവന് പെട്ടെന്നാണ് ഒരു ഉൾവിളി ഉണ്ടാകുന്നത്. എന്തിനാ? AC ബാറിലേക്ക് വെച്ച് പിടിക്കാൻ. എന്തിനാ? നല്ല സാധനം അടിക്കാൻ. അങ്ങനെ നല്ല സാധനം അടിക്കാൻ ചെന്നപ്പെട്ടത് എൻ്റെ സ്വന്തം അമ്മാവൻ്റെ മുന്നിൽ. അമ്മാവൻ ചേർത്തങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഖബറോം കി സിന്ദഗി ഹേ, എൻ്റെ ബില്ലടക്കണം ഹേ. എൻ്റെ 450 പോയി കിട്ടി. സബാഷ്. ഈ സബാഷിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ സുഭാഷ്, അവനെ പറ്റി പറയണം. ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇവനെന്ത് പറഞ്ഞാലും കുപ്പി എടുക്കണം.
സത്യം. ഇപ്പൊ നമ്മള് ടൂറൊക്കെ പോകാൻ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചോ, അപ്പോൾ ഇവ ഓടി വന്നിട്ട് ചോദിക്കും, എടാ കുപ്പിയെടുക്കണട്ടാന്ന് പറയും. ഇനി നാളെ നമുക്ക് ടർഫിൽ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞോ, അപ്പോഴും ഓടി വന്നിട്ട് പറയും, എടാ കുപ്പിയെടുക്കണട്ടാന്ന് പറയും. ഇനി അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാലും അവൻ പറയും കുപ്പിയെടുക്കണത്. കക്കൂസിൽ പോകണമെന്ന് പറഞ്ഞാലും കുപ്പിയെടുക്കണമെന്ന് പറയും. കാരണം കുപ്പികളെ പ്രണയിച്ച ഒരുത്തനാണ് അവൻ. ഇത് പറയുമ്പോൾ മദ്യപാനത്തിൻ്റെ ഭയങ്കര മീനിങ് മദ്യപാനം. ഉദാഹരണത്തിന് ഇപ്പോൾ കഴിച്ചോ എന്ന് ചോദിച്ചാൽ ചേട്ടൻ കഴിച്ചോ, അല്ലെങ്കിൽ സാറ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആ കഴിച്ചു, ബിരിയാണി കഴിച്ചു, പൊറോട്ട കഴിച്ചു, അങ്ങനെ പല പല ഉത്തരങ്ങളായിരിക്കും. കുടിയന്മാർക്ക് തോന്നുന്നത് കടിച്ചോന്ന് ചോദിച്ചെന്നാ അടിച്ചോന്നാ. അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിച്ചോ എന്ന് ചോദിച്ചാൽ പലതരം ഉത്തരങ്ങളാണല്ലോ, പക്ഷെ കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു അർത്ഥമുള്ളൂ. ഇനി മലയാളികളുടെ മെയിനായിട്ടുള്ളൊരു സിമ്പലും കൂടി ഉണ്ട് അല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്, പല പല ഉത്തരങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര മീനിങ് ഫുൾ ആണത്. ഈ മീനിങ് ഫുള്ളിൽ തന്നെ ഒരു ഫുള്ളുണ്ട്. അതായത് ഇപ്പം അടുത്തൊരു പാട്ട് ഇറങ്ങിയായിരുന്നു, ഹനുമാൻ കൈനൊരു ഒരു പാട്ട്, ഭയങ്കര ഇൻ്റർനാഷണൽ സോങ്ങാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻ്റർനാഷണലാണ്. ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ആയിരിക്കും, ആ ഏ ഇതേപോലെ ആയിരിക്കും. കയ്യടിക്ക് ഇഷ്ടാ മേടിച്ച നീ മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് തുടങ്ങാണ്. 7 മണി ഒരു പൈൻ്റടി കേട്ടോട്ടെ നിന്റെ തെറി വിളി കൊല വിളി. ഈ സ്റ്റെപ്പ് നടക്കണ സ്റ്റെപ്പ്, കുടിയന്മാരുടെ ട്രെയിൻ മാർക്ക് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് നടക്കണ സ്റ്റെപ്പ്, കുടിയന്മാരുടെ ട്രേഡ് മാർക്ക് സ്റ്റെപ്പ്. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഇൻ്റർനാഷണലാണ് നമ്മുടെ മദ്യപാനം എന്ന് പറഞ്ഞാൽ. ഇനി ചില ആൾക്കാരുണ്ട്, ഞാൻ ബിയറ് മാത്രമേ കുടിക്കുള്ളൂ, മറ്റേ ഹോട്ട് അത് അടിക്കില്ല പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. അല്ല നോബി ചേട്ടാ? ഞാൻ പറയില്ല. അല്ല അങ്ങനെ പറയുന്നവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലേ? അല്ല ചേട്ടാ? ഉണ്ട്. ഇവന്മാരാണ് ഏറ്റവും വലിയ ഉടായ്പ്. ഇവരെ അമ്മമാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഇവന്മാരെ അമ്മമാര് ഇത് മാത്രമേ പറയുള്ളൂ, അവൻ മറ്റേതൊന്നും കഴിക്കില്ല, അവൻ ബീറ് മാത്രം കുടിക്കും, ബീറ് കുടിക്കൂട്ടാ. ഇവന്റെ അമ്മയുടെ വിചാരം പെട്ടിക്കടയെന്ന് മറ്റേ സർബത്ത കുടിക്കണേന്ന്. പിന്നെ മറ്റൊരു കാര്യം മദ്യപാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ വീട്ടിൽ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് നേരെ വീടിൻ്റെ ബാക്കിലേക്ക് ഓടി കയറും, നേരെ പോയിട്ട് കുളിക്കും, വായിലേക്ക് സ്പ്രേ അടിക്കും, കുറേ പരിപാടികൾ. മെയിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വളിച്ച തമാശകൾ പറയും. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവൻ കുറേ വലിയ സാധനം അടിച്ചിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ അടിച്ച് ഫിറ്റായിട്ട് കണ്ടൊന്നും കാണാണ്ട് ഞാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഡോർ അടച്ചിട്ടേക്കുക. ഡോർ അങ്ങോട്ട് തുറന്നു, ഇപ്പുറത്തെ അച്ഛൻ ഇപ്പുറത്തെ അമ്മ, അടിപൊളി. ഇവരെ അറിയിക്കാണ്ട് എനിക്ക് പോകണം അങ്ങോട്ട്. എന്ത് ചെയ്യും? നേരെ അങ്ങോട്ട് ചെന്നു ഞാൻ. ഹൗ ഹാപ്പി. പക്ഷെ ഞാൻ മാത്രമേ കിടന്നുള്ളൂ, എൻ്റെ മുണ്ട് തെണ്ടി അവൻ അവിടെ തന്നെ കിടന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മദ്യപാനത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് എന്നുള്ളത്. നമസ്കാരം. ഞാൻ 2 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് എന്താണെന്നറിയാമോ? ആ, നിന്റെ കെട്ടിറങ്ങട്ടെ എന്ന് ഓർത്താ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. എന്തായാലും നന്നായിട്ടാ. കാരണം ഏത് ചെയ്ത് ചീഞ്ഞു പോയാലും ഈ ഒരു കാര്യം ചെയ്ത് നമ്മൾ ഒരിക്കലും ചെയ്യില്ല. കാരണം ഈ ഒരു കള്ളുകൂടിയുടെ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. കൂടുതൽ അനുഭവത്തിൽ നിന്നായിരിക്കും എടുത്തിടുന്നത് തന്നെ. അല്ല ഇപ്പൊ പലരും ഇവിടെ പല കഥകൾ പറഞ്ഞു, എല്ലാവരും അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. അതായത് ചേട്ടാ ഈ നന്ന എനിക്ക് നടന്ന സംഭവം അപ്പൊ കഴിക്കാത്ത ഒരാള് ഇത്ര ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കണോ? ചേട്ടാ വീട്ടിൽ കയറണ്ടേ? ഇപ്പം ബാറിലാണ് കിടത്ത, കാല് പിടിച്ച് കയറാൻ പോവാ. അപ്പൊ വീട്ടിൽ ചേട്ടൻ ഇറക്കാനുള്ള പരിപാടി നോക്കി. സാധാരണ ആരോട് ചോദിച്ചാലും കഴിക്കില്ല എന്നവരുള്ളൂ. എന്നോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ കഴിക്കും. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ കഴിക്കും. ഇനി ഞാനൊരു സത്യം പറയട്ടെ, നിന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ കഴിക്കില്ല. നമ്മുടെ പയ്യൻ ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അങ്ങോട്ട് എന്തായാലും സാറ് പറഞ്ഞത് ഇതിനിടക്ക് കയറി പറഞ്ഞത് തന്നെ വളരെ നല്ല കാര്യം നമ്മളോട് പറഞ്ഞത്. അടുത്ത ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് അതും കൂടി ഒന്ന് ചെയ്യണം, ഇതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്ക് വേണ്ടേ? നമ്മളുടെ കാഴ്ചപ്പാടിലുള്ള ഇതിന്റെ ഒരു മാർക്ക് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും മുമ്പോട്ട് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഈ കണ്ടന്റ് എടുത്തു കഴിഞ്ഞല്ല ഇനി മറ്റങ്ങ് നിർത്തിയേക്ക്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് മിഥുൻ്റെ മാർക്ക്. ഇതിൽ ടിപ്പ് വെക്കണം. ഇപ്പോഴേ ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും അവൻ ബാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല.
നോബി അടുത്ത ആരാ വരാൻ പോണ? അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒറ്റക്കുട്ടി. എൻ്റെ വീട്ടിലെ പോലെ എത്ര? 10 പേര്. അത് ഞാൻ ഒറ്റ മകനാണ്. എനിക്ക് അനിയന്റെ ചേട്ടന് വേറെ ആരുമില്ല. ഇല്ല. നിങ്ങൾ എത്ര മക്കള്? ഒന്നിന്റെ കൂടെ ഒരു 0 കൂടി ഉണ്ട്. 10. ഒരാളും കൂടെ ഉണ്ടാകുന്ന ക്രിക്കറ്റ് ടീം ഇറക്കായിരുന്നു. ഉണ്ടല്ലോ, ഫുട്ബോൾ ടീം ഉണ്ട്. ആശാൻ എത്ര മക്കളാ ആശാൻ? എനിക്ക് 5 പെൺകുട്ടികളാണ്. എൻ്റെ വീട്ടിൽ ഞാൻ മൂത്തതാണ്. ഞങ്ങൾ 5 മക്കളായിരുന്നു. അവിടെയും 5 അല്ല 10 മക്കളായിരുന്നു. ടൈം വെച്ച് നമ്മുടെ ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കുട്ടിയുണ്ട്. ആ ഒറ്റ കുട്ടി ഒന്ന് പെട്ടെന്ന് വന്നേ. നിങ്ങള് കഷ്ടപ്പെട്ട് കാര്യമായിട്ട് കാശ് കൊടുത്തൊരു സാധനം വാങ്ങിച്ചിട്ട് ദുരന്തമാണെങ്കിൽ പോലും അത് ഉപയോഗിച്ച് തീർക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ? എനിബഡി? എന്റെ അച്ഛനും അമ്മയും പക്ഷേ കഴിഞ്ഞ 18 വർഷമായിട്ട് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് നടന്നു പോകുന്നത്. എന്താണെന്നറിയോ? അവരുടെ അവിടെയും ഇതേ അവസ്ഥയാണ്. പക്ഷെ അവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചൊരു സാധനമാണെങ്കിൽ ഇത് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സാധനം. ആ പ്രൊഡക്റ്റ് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയാണ്. ഞാനുണ്ടല്ലോ ബിസിനസ് ആണ് പഠിക്കുന്നത്. ഞങ്ങളുടെ ബിസിനസ്സിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് അതിൽ എന്തെങ്കിലും ചെറുതായ കേടുപാടുകൾ വല്ലതും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്ഷനെ അങ്ങ് നിർത്തിക്കളയും. എന്റെ അമ്മയും അച്ഛനും അത് കുറച്ച് കാര്യമായിട്ട് അങ്ങ് എടുത്തു. പ്രൊഡക്ഷനെ നിർത്തിക്കളഞ്ഞു ഒരെണ്ണം കഴിഞ്ഞപ്പം. പക്ഷേ ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ചിന്തിച്ചോണ്ടിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രൊഡക്ഷൻ നിർത്തേണ്ട അത്ര പ്രശ്നമായിട്ട് എന്തെങ്കിലും? ഞാൻ നോക്കിയിട്ട് പോക്കറ്റ് കൂടുതലാണ്. അതുണ്ടല്ലോ, ഇവിടുന്ന് പൈസ കൂടുതൽ കിട്ടുമ്പോ ഇട്ടോണ്ട് പോവാൻ സ്ഥലം വേണ്ടേ? നിങ്ങൾ ഇനി എന്തെങ്കിലും എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറയാൻ പോവുകയാണെങ്കിൽ തന്നെ പറയരുത് കേട്ടോ. കാരണം സത്യസന്ധത അതെനിക്ക് സഹിക്കാനാവില്ല. ഇപ്പം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാനൊരു സിംഗിൾ പ്രസംഗയാണെന്നുള്ള കാര്യം. ഞാനുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അമ്മയോടും അച്ഛനോടും ചോദിക്കും, അമ്മേ അച്ഛാ എനിക്കൊരു അനിയനും അനിയത്തിയോ താ, എനിക്കും ചേച്ചിയാവാൻ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേന്ന്. അപ്പം അവരെൻ്റെ മുഖത്തോട്ടൊരു നോട്ടം നോക്കും, ഒരുമാതിരി റേഷൻ കടയിൽ ചെന്നിട്ട് ബിരിയാണി അരി ചോദിച്ച പോലെ. പക്ഷെ ഉണ്ടല്ലോ ആ നോട്ടത്തിൽ നിന്ന് എനിക്ക് എല്ലാം മനസ്സിലാവും. ഇതേപോലെ ഒരു ആറ്റം ബോംബിനെയും കൂടി താങ്ങാനുള്ള ശേഷി ആ ഹിറോഷിമയ്ക്കും നാഗാസാക്കിക്കും ഇല്ലെന്നുള്ള കാര്യം. പിന്നെ കുറച്ചാലും ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് എനിക്കൊരു അനിയനും അനിയത്തിയും ഇല്ലാത്തത്? എൻ്റെ 15-ാം വയസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എനിക്ക് ആ സത്യം മനസ്സിലായി. തെറ്റ് അതെന്റെ ഭാഗത്തായിരുന്നു. ഇന്ത്യൻ ബയോളജിക്കൽ ആക്ട് പ്രകാരം 2 ദമ്പതികളുടെ നടുക്ക് ഒരാൾ കിടക്കാൻ പാടില്ല. അത് തെറ്റാണ്. ഇത് മനസ്സിലായതിൻ്റെ ഈ ഒരു സങ്കടത്തെക്കാട്ടി കൂടുതലാണ് നാട്ടിലെ കുറെ ആന്റിമാരുടെ സങ്കടം. എന്നെ എപ്പോൾ കണ്ടാലും ചോദിക്കും, നിനക്കെന്തെങ്കിലും ഒറ്റ കുട്ടിയായിട്ട് ജീവിച്ചാൽ മതിയോ? നിനക്കൊരു അനിയനും അനിയത്തിയും വേണ്ടേ എന്ന്. എനിക്ക് ഈ ആന്റിമാരോട് ഒരേ ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ, നിങ്ങളുടെ പ്ലേറ്റിൽ ഒരു ചപ്പാത്തിയെക്കാട്ടി ഒരു ചപ്പാത്തി എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾ ചപ്പാത്തിയോട് ചോദിക്കോ, ചപ്പാത്തി ഉണ്ടാക്കിയ ആളോട് ചോദിക്കോ? അതെനിക്ക് എന്നറിയണം. ഇതേപോലത്തെ സങ്കടമാണ് എൻ്റെ കൂട്ടുകാർക്കും ഉള്ളത്. അവരും എന്നോട് ചോദിക്കും, നിനക്ക് ഒറ്റപ്പെടലില്ലേ, നിനക്ക് നിന്റെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ആൾക്കാരില്ലേന്ന്. പക്ഷെ സത്യം പറഞ്ഞ നോബിച്ചേട്ടാ, ചേട്ടൻ ഒറ്റക്കുട്ടിയാന്ന് പറഞ്ഞല്ലോ, നമ്മുടെ ഡിക്ഷണറിയിൽ ഈ ഷെയറിങ്, പങ്കിടല് അങ്ങനത്തെ വാക്കുകൾ ഇല്ലല്ലോ. അതാണ് ഞങ്ങളുണ്ടല്ലോ, അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ കാണാം, ഒരു പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ക്രീം ഒരാൾക്ക്, ബിസ്ക്കറ്റ് ഒരാൾക്ക്, 6 കഷ്ണമുള്ളൊരു മുട്ടായി വാങ്ങിക്കുവാണെങ്കിൽ 3 കഷ്ണം ഒരാൾക്ക്, 3 കഷ്ണം വേറൊരാൾക്ക്. ഞങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ ഒരു പാക്കറ്റ് മൊത്തം ബിസ്ക്കറ്റും ഒരു ഫുൾ മുട്ടായി തിന്നുന്നതിന്റെ ഒക്കെ ടേസ്റ്റ്. പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ല, എനിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടാ. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ മിഠായി ഉണ്ടെങ്കിൽ ജീരക മിഠായി മേടിക്കേണ്ടി വരും. അപ്പൊ എന്തിനാണെന്ന് അറിയോ ഈ ശരിക്കും ഈ മറ്റേ ക്രീം ബിസ്ക്കറ്റ് ഒക്കെ മാറ്റി മാറ്റി കൊടുക്കുന്നേ? ഈ ഭാവിയിൽ സ്വത്ത് പങ്കിടേണ്ട സമയം വരുമല്ലോ, അപ്പൊ പങ്കിടുമ്പോ ആർക്കും വിഷമം വരാതിരിക്കാൻ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ചു വിടുന്നത് എന്ത് സാധനം ഉണ്ടല്ലോ അത് 2 കഷ്ണമാക്കി വീതിക്കണം എന്നുള്ള കാര്യം. പക്ഷെ എൻ്റെ വീട്ടുകാരെന്താണെന്നറിയില്ല, ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് കഷ്ടപ്പെടാൻ നിന്നില്ല. ഒരു തേങ്ങ ഉണ്ടാക്കി വെച്ചിട്ടില്ല അവരെനിക്ക് വേണ്ടി. അതൊക്കെ പോട്ടെ, ഷെയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇതേപോലെ ഞങ്ങളുടെ ഡിക്ഷണറിയിൽ, ഞങ്ങളുടെ ഒറ്റക്കുട്ടികളുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു സാധനമാണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ. ഈ ചേട്ടനും ചേച്ചി ഉപയോഗിച്ചതൊക്കെ അനിയത്തിമാർക്ക് കൊടുക്കുമല്ലോ, ആ പരിപാടി ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കെല്ലാം പുതിയത് കിട്ടിയാണേ ശീലം. എനിക്കുണ്ടല്ലോ പിന്നെ ഈ സഹോദരങ്ങളുള്ളവരെ കാണുമ്പോൾ ഒരു ജലസി ഉണ്ട്. എൻ്റെ കൂട്ടുകാരുടെ ഒക്കെ കൂടെ ഞാനിപ്പോൾ പുറത്തു പോവുകയാണെങ്കിൽ അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ ഞാൻ ചോദിക്കും, ടോപ്പ് ആരുടെയാ? ചേച്ചിയുടെ. പാൻറ് ആരുടെയാ?
അനിയത്തിയുടെ, ബാഗോ മൂത്ത ചേച്ചിയുടെ. നിങ്ങൾക്കൊന്നും സ്വന്തമായിട്ടൊരൊറ്റ സാധനം ഇല്ലേ? മറ്റുള്ളവരുടെ പറിച്ചാണോ എല്ലാം ഇടുന്നതെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. തലച്ചോറ് വരെ ഇവരുടെ സിബ്ലിങ്സിന്റെ ഉപയോഗിക്കുന്നത്. ഐ മീൻ സഹോദരങ്ങളുടെ കേട്ടോ, മനസ്സിലാവാത്തവർക്ക്. അങ്ങനെ ഒരിക്കലുണ്ടല്ലോ, എനിക്ക് ഇതേപോലെ ജലസി അടിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ചുരിദാറിട്ട് ഒരു അമ്പലത്തിൽ പോയി. 4 പേര് എന്നെ നോക്കി ചോദിച്ചു, ഭർത്താവും പിള്ളേരും എന്ത് ചെയ്യുന്നു. എന്നെ കാണാൻ അങ്ങനെ ഒരു ആന്റി ഏജ് ലുക്ക് ഉണ്ടോ? ആന്റി പോലെ ഇല്ല, മുത്തശ്ശിനെ പോലെ. കറപ്ഷൻ, ആന്റി കറപ്ഷൻ. അതെ, ആ സാധനം ഞാൻ മറന്നു വേണ്ട, അതൊന്ന് കരഞ്ഞു കാണിച്ചതേ, സാധനം ഓർത്തെടുക്കാൻ വേണ്ടി. ഇപ്പം ഇതൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ, ഇതേപോലെ ഞാൻ ഗ്രൂമിങ് സമയത്തും പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് കണ്ടന്റിൻ്റെ ഐഡിയാസ് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ഒറ്റപ്പെടലാണല്ലോ ഭയങ്കരം. ഞാൻ ഇവരോട് ചോദിച്ചു, ചേട്ടന്മാരെ ചേച്ചിമാരെ, എൻ്റെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ മാറാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടേ ആ ഇരിക്കുന്ന ചേട്ടൻ എന്താ പറഞ്ഞതെന്നറിയോ? ഒരു സൈക്കിൾ വാങ്ങിച്ചോടിച്ചോളൂ, അതിന് 2 പെടലില്ലേ എന്ന്. ഭഗവാനെ, നീ ആ മനുഷ്യന് നല്ലത് മാത്രം വരുത്തണേ, വേറെ ഒന്നും വരുത്തരുത് അങ്ങേർക്ക്. ഇങ്ങനെ കൈ അടിക്കുമ്പോഴല്ലോ ഞാൻ എന്നോട് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. ശ്രീലക്ഷ്മി, നീ ഒരൊറ്റക്കുട്ടിയായിരിക്കും, പക്ഷേ നീ ഒരു മാസ്റ്റർ പീസാണ്. മാസ്റ്റർ പീസ് അതൊന്നേ ഉണ്ടാവുള്ളൂ. ശ്രീലക്ഷ്മി പൊളിച്ചു, ഗംഭീരമായിരുന്നു. നീ അവിടെ നിന്ന് പറഞ്ഞല്ലോ ആന്റി ലുക്കാണെന്ന്. പറഞ്ഞു. ശ്രീലക്ഷ്മിയെ കാണാൻ സിനിമ നടിയുടെ ലുക്കാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച ഇത് ഒറ്റക്കുട്ടിയായത്. ഇതിന്റെ തന്നെ ഒരെണ്ണം കൂടി ഇവിടെ വന്നായിരുന്നെങ്കിൽ കണ്ടല്ലോ, അടുക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും ഗംഭീരമായി, സൂപ്പറായി. ഞാനല്ലേ, പതുങ്ങി കൂടി ഇരിക്കുന്നവരാണ് കൂടുതൽ പെർഫോം ചെയ്യണത്. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ എപ്പോഴും നോക്കിയത് ഇങ്ങനെ പതുങ്ങി കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അറിയാതെ എന്തെങ്കിലും ആയിട്ട് വരുവുള്ളൂ. സൈലന്റ് കില്ലറാ. ഐ മീൻ, അതെ, ഇവിടെ വന്ന് കില്ല് ചെയ്യും. സാറേ, അപ്പൊ നമ്മുടെ ഒറ്റമോള് ചെയ്തത് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സാറിനും ഇഷ്ടപ്പെട്ടു? അല്ല, വേറൊരു കഥയുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ടിന് 4 മക്കളാണ്. 4 മക്കളും ഓരോ പ്രായത്തിന്റെ വ്യത്യാസമാണ്. ഓരോ പ്രായത്തിന്റെ വ്യത്യാസം. അപ്പം പുള്ളിയുടെ കൂട്ടുകാരൻ ചോദിച്ചു, 3ാമത്തെ കുട്ടി ജനിച്ചു, 4ാമത് പ്രഗ്നന്റ് ആയി വൈഫ്. അപ്പം ഇതൊക്കെ എങ്ങനെ ഇത്? ഈ 3 പിള്ളേർക്ക് ഓരോ വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? പുള്ളിന് വേറൊന്നുമില്ല, ഞാൻ 1 കിലോ കപ്പലിന് മേടിച്ചിട്ട് വെളിയിൽ കൊണ്ട് വെതിറിട്ട് 3 പിള്ളേരെ ഇറക്കിയിട്ട് പറക്കാൻ പറയും. അപ്പൊ ഇനി നമുക്ക് ചടങ്ങ്. ഒരു മിനിറ്റ്, ചടങ്ങിലേക്ക് കിടക്കുന്നതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ മാർക്ക് ഇടുമ്പോ ഉണ്ടല്ലോ, ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒറ്റക്കുട്ടിയെന്ന് പറഞ്ഞല്ലോ, എന്റെ ജീവിതത്തിൽ ഇത്ര സങ്കടങ്ങളാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. എനിക്ക് സഹോദരങ്ങൾ ഇല്ലെങ്കിലും എനിക്കറിയാം ഇളയ ആൾക്കാണ് പരിഗണന. അല്ല, അത് കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ ഈ ചെയ്തത് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു മാർക്ക് ഞങ്ങൾ തരും. ഓക്കെ, നമ്മൾ ഒറ്റയാണ്, ഒറ്റയ്ക്കൊരു ബലമുണ്ട്, ഒറ്റക്കൊമ്പൻ, ഒറ്റയാൻ ആണല്ലേ. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ആരാണ് പ്രചോദനം? പറഞ്ഞു കൊടുക്കല്ലേ. നൂറ്റാണ്ടുകളായിട്ട് ഒരേ ഐറ്റം തന്നെ ചെയ്തോണ്ടിരിക്കും. ഇത് ചെയ്യാൻ വേണ്ടിയാ. അല്ല, എവിടെ നിന്നും ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ? അത് ഇൻബിൽറ്റാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലേ, എന്റെ അമ്മയുടെ അച്ഛന്റെ ടാലന്റ്, ഗുണങ്ങള്, ദോഷങ്ങളല്ല, സോറി, നല്ല സുഖങ്ങൾ എല്ലാം കൊണ്ടല്ലേ വരുന്നേ. എന്നാലും അങ്ങനെയല്ലല്ലോ. ഒരാള് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരാളില്ലേ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാള്, നന്നായിട്ട് എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണെങ്കിൽ. അല്ല, അങ്ങനെയല്ല, ഇത് പറയങ്ങ് പേര്. രമേശ് പിഷാരടി എന്റെ കൊച്ചച്ഛനാണ്. പക്ഷെ ഒരു കാര്യം കൂടി മോള് ശ്രദ്ധിച്ചോ, ഈ കഥകളൊന്നും അവനോട് പറഞ്ഞു കൊടുക്കരുത്. നാളെ ഇത് അവന്റെ ആവും. ഇല്ല, ഞാൻ കോപ്പിറൈറ്റ് വിളിക്കും. അങ്ങനെ വിളിക്കണമെങ്കിൽ മൊത്തം കോപ്പി റൈറ്റ് അവന് കൊടുക്കും. എന്തായാലും രമേശ് പിഷാരടിയുടെ വില കളഞ്ഞിട്ടില്ല. അതെ, ഒരു കാര്യം കൂടി, ഞാൻ എങ്ങാനും ഇതിങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോ അറിയാതെ ഇങ്ങനെ എങ്ങാനും പിടിച്ച് വേണ്ട, ഞാൻ വെച്ചേക്കാം. അവിടെ പോയിരുന്നു. ഇല്ല, ഞാനും ഒറ്റയാണ്, എനിക്ക് ഇച്ചിരി വാങ്ങി. ജീവിതത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കും, പക്ഷെ സംഭവിക്കുന്ന വേറെ രീതിയിലായിരിക്കും. അത്തരത്തിൽ സാറിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകണമെന്നോ MLA ആകണമെന്നോ ഒന്നും ചിന്തിക്കാത്ത ആളാണ്. സാഹചര്യങ്ങളാണ് എന്നെ അവിടെ കൊണ്ടെത്തിച്ചത്. അല്ല, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. നമ്മൾ അവിടെ എത്താൻ വേണ്ടി എത്ര പാടുപെട്ടാലും ചിലപ്പോൾ എത്തില്ല. പക്ഷേ ഒരു സമയത്ത് നമ്മൾ പോലും വിചാരിക്കാത്ത സമയത്ത് അവിടെ നമ്മൾ എത്തും, അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചിരിക്കും. സാഹചര്യങ്ങളാണ് മനുഷ്യനെ
പരുവപ്പെടുത്തുന്ന അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടാവണത് അതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഒരാളെ പുറത്തുനിന്ന് വരും. ആ ഒരു വാ സംഗീതം. നമസ്കാരം. 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 ഞാൻ വിഷയത്തിലേക്ക് എടുക്കട്ടെ. അതായത് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ആശാന്റെ പോലെ തന്നെ ഞാനും എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയെ സങ്കല്പിച്ചിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് ആ പെൺകുട്ടിയുടെ വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. അന്വേഷിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പെങ്കൊച്ചിൻ്റെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള പയ്യൻ ഞാനല്ല എന്ന്. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ പൊതുവേ ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാർക്ക് ഒരു ചീത്തപ്പേര് എന്താണെന്ന് വിചാരിച്ചാൽ, കേരളത്തിൽ എന്ത് ആഘോഷം വന്നാലും ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിലാണെന്നാണ്. ഇത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ഈ തൃശ്ശൂർ നിൽക്കുന്നത് തന്നെ കേരളത്തിൻ്റെ മദ്യത്തിലാണ്. സത്യം പറഞ്ഞാൽ മദ്യം പോയിട്ട് ഒരു ചായ വരെ ഞങ്ങൾക്ക് നേരവണ്ണം കിട്ടാറില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ റിലാക്സ് ചെയ്തിരിക്കുക വിചാരിക്കാം, അപ്പോൾ ഒരു ചായ കൊണ്ടുവന്ന് തരും, നല്ല കൂൾ ഡ്രിങ്ക്സ് പരുവത്തിൽ. എന്നാൽ നമ്മൾ ധൃതിയിൽ എങ്ങോട്ടും പോവാൻ നേരത്ത് അപ്പോഴും ഒരു ചായ വരും, അതിനാണെങ്കിൽ ഒടുക്കത്തെ ചൂടും. ഇതെന്താ അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ, അല്ലെങ്കിൽ അത് പറയാൻ പറ്റില്ല, സെൻസർ ചെയ്യേണ്ടി വരും. ആകെ കൂടി കിട്ടുന്നത് വിത്തൗട്ടിലൊരു കട്ടനാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു തയ്യാറെടുപ്പ് വേണ്ടേ? ഉറങ്ങല്ലേ? വേണം. വേണം. അപ്പോൾ ഈ ഫ്ലവേഴ്സിലേക്ക് വിളിച്ചപ്പോൾ ഞാനിത് നാട്ടിൽ ആരോടും പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്കിത് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അല്ല, അങ്ങനെ പറഞ്ഞെടുക്കാൻ ഞാൻ എന്താ മണ്ടനാണ്. ഞാനൊരാളോട് പറഞ്ഞു, വേറെ ആരുമല്ല, എൻ്റെ നാട്ടിലൊരു അധ്യാപകനോടാണ്. മാഷെ, എന്നിങ്ങനെ ഫ്ലവേഴ്സ് TV വിളിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിന്നെയൊക്കെ എന്തിനാ അങ്ങോട്ട് വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, എന്നെന്തിനാ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ? സ്റ്റാൻഡപ്പ് കോമഡി നിനക്കതിനെപ്പറ്റി വല്ല തേങ്ങ അറിയോടാ? ഞാൻ പറഞ്ഞു, മാഷേ, എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡിയെ പറ്റി ഒരു തേങ്ങ അറിയില്ലെന്ന്. മാഷിക്കല്ലേ അറിയുള്ളൂ, ഫ്ലവേഴ്സ് TVക്ക് അറിയില്ലല്ലോ. അങ്ങനെ വിളിച്ചാൽ അത്. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ അവിടെ പോയിട്ട് എന്ത് തേങ്ങെങ്കിലും പറഞ്ഞു, പക്ഷെ എൻ്റെ പേര് പറയണ്ട. അതുകൊണ്ട് മാത്രമാണ് മേലെ വീട്ടിൽ PK ശശിമാഷിൻ്റെ പേര് ഇതുവരെ ഞാൻ പറയാതിരുന്നത്. നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഒരു 30 വയസ്സ് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ശരീരത്തിൽ ആകമാനം ഒരു മാറ്റം വന്നു. മുടി കൊഴിച്ചിൽ, മുഖക്കുരു, മൂത്രത്തിക്കല്ല്, മുട്ടുവേദന, ഇനി വെച്ചിട്ട് ഒരു അസുഖം കൂടി വരാണ്ട് അതുകൂടി വന്നാൽ ജീവിതം ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ജീവിതം പോകുന്നതെന്ന്. സിമ്പിളായിട്ട് 3 ഉദാഹരണം വേറെ തരാം. എനിക്ക് മധുരയിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ്റെ പേര് പഴനി. കണ്ടില്ലേ, ഒരു ബന്ധവുമില്ല. അവന് കരിക്കിൻ്റെ ബിസിനസ്സാണ്. അവൻ്റെ കടയുടെ പേരാണ് ഇട്ടിരിക്കുന്നത് തണൽ എന്നാണ്. പക്ഷെ കട നിൽക്കുന്നത് ഒടുക്കത്തെ വെയിലെത്തും. അതുപോലെ എൻ്റെ ഒരു കസിനുണ്ട്, അവന് ചെറുപ്പത്തിൽ പ്ലേ ബോയ് ആവാനായിരുന്നു ഇഷ്ടം. പക്ഷെ അവനിപ്പോൾ ഡെലിവറി പോയാ. അവൻ്റെ വീട്ടിലാണെങ്കിൽ 5-6 മക്കളുണ്ട്. വീട്ടിലും ഡെലിവറി, ഇപ്പോൾ റോട്ടിലും ഡെലിവറി. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോ? ആശാൻ്റെ അടുത്തില്ലാട്ടത് ഈ ക്വസ്റ്റ്യൻ. ഇവരോട് മാത്രം കയറിയിട്ടുണ്ടോ? ആരും കയറിയിട്ടില്ലേ? ഞാൻ പ്രാർത്ഥിക്കാൻ കയറാനായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പാവം. അവന് 24 മണിക്കൂറും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. എന്താണെന്നറിയോ? പോലീസായിരിക്കും. എനിക്കറിയാം. മന്ത്രിയുടെ എസ്കോട്ട് പോയിട്ട് സസ്പെൻഷൻ കിട്ടിയതല്ലേ? യെസ്, അവൻ തന്നെ. അവനും കാസർഗോട്ടുകാരനാണ്. അവനെ ബർത്ത്ഡേക്ക് കളർ ഡ്രസ് ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് പോയതാ പോലീസുകാർ. യെസ്, കറക്റ്റ്. എന്തിനിപ്പോൾ നാട്ടുകാരുടെ കാര്യം പറയുന്നു, ഇനി എൻ്റെ കാര്യം തന്നെ എടുക്കാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ എൻ്റെ പേരെന്താ? സംഗീത്. പക്ഷേ സംഗീതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണ് ഞാൻ. യാറാണ്ട പയ്യൻ, നാൻ താണ്ട പയ്യൻ, യാറാണ്ട പയ്യൻ, നാൻ താണ്ട പയ്യൻ. ഈ പാട്ട് പാടുമ്പോൾ തന്നെ എൻ്റെ ശ്രുതി തെറ്റും. നേരെ മറിച്ച് വല്ല മനോഹരനോ സുന്ദരനോ, എന്തിന് കുഞ്ചാക്കോ ബോബൻ എങ്ങാനും ആയിരുന്നു പേരെങ്കിൽ ഓക്കെ, ആ പേരുമായിട്ട് ഏതാണ്ട് സാമ്യമുള്ള ഒരാളാണെന്നെങ്കിലും പറയാമായിരുന്നു. ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് നിങ്ങളെപ്പോലെ ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ നാട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഡോക്ടറായില്ല. പക്ഷെ വിധി അവരെ മറ്റൊരു രീതിയിലാണ് പരീക്ഷിച്ചത്. കാരണം ഞാൻ ഇന്നൊരു ഷെഫാണ്,
എൻ്റെയൊക്കെ ഒരു കാലത്തെ കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ ആ ഫുഡ് കഴിച്ച ആളുടെ കാലിൽ വീണിട്ടാണ് അവസാനിക്കാറ്. അതല്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ചു നേരം മറ്റത് കേട്ട് നിൽക്കണം. ഏത് പാണ്ടിക്കരിമ്പാറ. ഞാൻ ഈ കോഴ്സിന് പോയ സമയത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ ഇന്ന് കിച്ചൺ എനിക്ക് വിട്ടു തരണം. അപ്പം അമ്മ എനിക്ക് വിട്ടു തന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി എൻ്റെ റെസിപ്പികൾ വാരി വെതറി. അപ്പോൾ ഫുഡ് കഴിച്ച് അമ്മ എനിക്ക് പറഞ്ഞു, നാളെ മുതൽ നീ അടുക്കളയിൽ പോയിട്ട് എന്ത് വേണേലും ചെയ്തോ, പക്ഷെ പാചകം ചെയ്യണ്ട. പക്ഷെ അതുകൊണ്ടൊരു ഗുണമുണ്ടായി, വീട്ടിലെല്ലാവരും സ്പിരിറ്റിലേക്ക് തിരിഞ്ഞു. മറ്റേ സ്പിരിറ്റ് അല്ല കേട്ടാ, സ്പിരിച്വൽ, ഭക്തി. അച്ഛനൊക്കെ 24 മണിക്കൂറും ഫാസ്റ്റിങ്ങിലേക്ക് പോയി. അത് ബുദ്ധിപരമായ എന്തൊരു നീക്കമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരിക്കൽ അമ്മ കലിച്ചിട്ട് വന്ന് പറഞ്ഞു, ഇന്ന് എന്താണ് ഉണ്ടാക്കേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് എളുപ്പമുള്ളത് എന്താ വെച്ചാൽ ഉണ്ടാക്കിയോ. അപ്പം അമ്മ വേഗം പോയി ഒരു പാത്രം വലിച്ചെറിഞ്ഞ് കലിപ്പുണ്ടാക്കി. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇന്ന് നമുക്ക് ലഞ്ച് 5 മഞ്ചിൽ ഒതുക്കേണ്ടി വരുമോ? അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ടടാ, അച്ഛനായി പോയില്ലേ, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് ബെല്ലടി. നോക്കുമ്പോൾ ഫുഡുമായി ഡെലിവറി ബോയ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഫുഡ് കഴിക്കാനുള്ള വകുപ്പ് ഞാനുണ്ടാക്കി, ഇനി അയാൾക്ക് കാശ് കൊടുക്കാനുള്ള വകുപ്പ് നീ ഉണ്ടാക്കിക്കോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സ്റ്റാൻഡപ്പ് കോമഡി രംഗത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഈ പണിക്ക് വരുമോ? താങ്ക് യു. സംഗീതേ, അടിപൊളിയായിരുന്നു. താങ്ക് യു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല നടക്കുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോലീസ് ആവണമെന്ന്. പറ്റിയ ശരീരമുണ്ട്. ഫസ്റ്റ് സെലക്ഷൻ തന്നെ കിട്ടിയാൽ എനിക്ക് 2 പോലീസാവായിരുന്നു. ഒന്ന് ട്രാഫിക് പോലീസാ. അടുക്കള കയറാറുണ്ട്. അടുക്കള ഉണ്ടോ ഇപ്പൊ? ഉണ്ട്. എന്തായാലും സംഗീതേ ഗംഭീരമായി നല്ല രീതിയിൽ പോയി. എന്താ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ അവസ്ഥകൾ വരുന്നതും അവസരങ്ങൾ വരുന്നതൊക്കെ ഒരുപോലെ എന്ന് പറയില്ലേ. സാധാരണ പറഞ്ഞാൽ നമ്മൾ ഐറ്റം കളിച്ച് വള്ളി പൊട്ടിയെന്നാ പറഞ്ഞത്. ഇതിപ്പോ എന്ത് പറയുമെന്നറിയില്ല. എന്തായാലും നന്നായിരുന്നു, നല്ല രീതിയിൽ ചെയ്ത്, നല്ല എല്ലാം ബൈഹാർട്ടാക്കിയിട്ട് ഭംഗിയായിട്ട് ചെയ്ത് കേട്ടോ. താങ്ക് യു. ഓക്കെ സാറേ, എങ്ങനെ ഉണ്ടായിരുന്നു സംഗീതന്റെ? കുഴപ്പമില്ല. അപ്പൊ സംഗീതേ, അപ്പൊ തൃശ്ശൂരിന്റെ ചീത്തപ്പേര് മാറാനുള്ള രീതിയിലുള്ള മാർക്കൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുവാ. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയിൽ ഇനി അടുത്ത നമ്മൾ ഇതിന്റെ റിസൾട്ട് വരുന്ന സമയമാണ്. അപ്പൊ ഞാൻ ഒറ്റക്കൊന്ന് റിസൾട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആരൊക്കെ വേണം? ഓക്കെ, മണിയാശാനും നോബി ആശാനും ഇങ്ങോട്ട് കയറുക. ആശാനെ ഇത്രയും നേരം നടന്ന ഈ പെർഫോമൻസ് 3 പേരുടെ ഇതെല്ലാം കൂടി വെച്ച് നോക്കിയിട്ട് നമ്മളുടെ ഈ ഷോയിനെ കുറിച്ച് ഒരു 2 വാക്ക്. നമ്മുടെ നിത്യജീവിതത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മാറി കുറച്ച് നേരം ഒന്ന് ചിരിക്കാനും സന്തോഷിക്കാനും ഉള്ളൊരു വക. ഓക്കെ, സന്തോഷം. അത് തന്നെ, നമ്മൾ ഈ കുറച്ച് നിമിഷമെങ്കിലും ഒരാളുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണണം. അപ്പോൾ ഇന്ന് മത്സരിച്ച 3 പേർക്കും വേദിയിലേക്ക് വരാം. അതിലാരാണ് വിജയിയെന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. ഈ നിൽക്കുന്നതിന് മോൾക്ക് ആരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടത്? ഞാൻ കുറച്ചു മുമ്പ് സെൽഫിഷ് അല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ആണ്. കൊച്ചച്ഛൻ്റെ മോള് തന്നെ. മിഥുനെ, നല്ലായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു, ഞങ്ങളെയൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കി, ഒന്നും വിഷയമില്ല. അതും നല്ല ടൈം. ഒരു ആക്ഷനൊക്കെ ഇട്ടു, കുടിയൻ്റെ ആക്ഷനൊക്കെ ഇട്ടു, അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടി, അടിപൊളിയായിരുന്നു. മാർക്ക് നോക്കാം നമുക്ക്. മിഥുൻ 75. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. നോക്കാം. അതൊക്കെ സ്ലോ മോഷനിൽ. അപ്പോൾ സംഗീതത്തിൽ ഇട്ടിരിക്കുന്ന മാർക്ക് 79. ശ്രീലക്ഷ്മി കുട്ടി, ഒരാൾക്ക് അവിടെ കിട്ടിയേക്കണം 75, ഒരാൾക്ക് 79. ശ്രീലക്ഷ്മി എന്തായിരിക്കും ഇതിൽ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാ കുറച്ചു മുമ്പ് സെൽഫിഷ് ആണ്. ഇച്ചിരി എളിമയായിക്കോട്ടെ, 70. എളിമ അതാണ് 70 എന്ന് പറഞ്ഞത്. 70. ഓക്കെ, 70 ആണോ മനസ്സിലുള്ളത്? ആയിരിക്കാം. അപ്പൊ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി പറ, എത്രയായിരിക്കും? ഇത് പുതിയൊരു കലയുടെ നിലവറ, തുറക്കണം അത് പ്രതിഭകളൊരു നിര, ഉണരണം അത് ചിരിയുടെ പുതിയ തിര.
ശ്രീലക്ഷ്മി 95 മാർക്ക് നേടി ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒരിടത്തൊരു വീഴ്ച ഉണ്ടായിരുന്നില്ല. അതിലെല്ലാം ഉപരി ഹ്യൂമർ ഒത്തിരി അധികം ഉണ്ടായിരുന്നു. നമ്മളുടെ ഷോ തന്നെ ഹ്യൂമറിന് വേണ്ടിയിട്ടുള്ള ഷോ അല്ലേ, അപ്പോൾ ഹ്യൂമറിന് പ്രാധാന്യം കൊടുക്കുക. കയറിക്കോണം. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ, തുടക്കം മാത്രമാണിത്. നമ്മൾ ചെയ്തെല്ലാം കറക്റ്റ് ആയിരുന്നു. എല്ലാം ഒരു അതിനകത്ത് ഫ്ലോയിലോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അടുത്ത വരുമ്പോഴത്തേക്ക് നന്നായിട്ട് ഹ്യൂമർ കൊണ്ടുവരിക. ഈ പറഞ്ഞ പോലെ 95 96 90 100 വരെ ആകുക. ഓക്കെ. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയിലെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ശ്രീലക്ഷ്മിയാണ്. ഇനിയുള്ളത് മിഥുന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സാർ, അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിലും നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് കാണാമെന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പം സാർ ഒരുപാട് ചിരിച്ചു, ഞങ്ങൾ കണ്ടു സാർ ആസ്വദിച്ചിരിക്കുന്നത്. അപ്പം ഇനിയും പുതിയ പുതിയ തമാശകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡി ഇവിടെ വിടവാങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും